മോർണിംഗ്. നമ്മൾ ഇന്ന് രൂപ്നഗറിൽ നിന്ന് ധർമ്മശാലയ്ക്ക് പോവാണ്. ഒരു 9 മണിക്കൊക്കെ പോകണമെന്ന് വിചാരിച്ചാ. പക്ഷെ ഇപ്പം അവിടുത്തെ ഒരു ഫാം സ്റ്റേ എല്ലാം കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മണി 11:23. അപ്പൊ ഇന്ന് നമുക്ക് ഇവിടുന്ന് ഒരു 3 മണിക്കൂർ 3.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ ധർമ്മശാലയ്ക്ക്. നമ്മൾ ധർമ്മസ്ഥലയിൽ നിന്ന് ഇപ്പോൾ മെക്ലോയിഡ് ഗഞ്ചിലെത്തി. ഈ ധർമ്മശാലയിൽ നിന്ന് മെക്ലോയിഡ് ഗഞ്ച് വരെയുള്ള ഒരു റോഡ് ഒരു 1.5 റോഡാണ്. കാരണം ഭയങ്കര നാരോ ആണ്, ഭയങ്കര സ്റ്റീപ്പാണ്, ഒരുപാട് ഹെയർ പിൻസ് ഉണ്ട്. കടകളുടെ ഇടയിലൂടി നമുക്ക് തോന്നും ഇത് ഒരു റോഡൊന്നും അല്ല, ഏതോ ഷോപ്പിനകത്തേക്ക് പോകുന്ന ഒരു ചെറിയ ഗലിയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അത് വൺ വേ ആണ്, അങ്ങനെ ഒരു ആശ്വാസമുണ്ട്. ആ റോഡിൽ കൂടെയൊക്കെ കയറി നമ്മളിപ്പോൾ മെക്ലോയിഡ് ഗഞ്ചിലെത്തി. ഇനി മെക്ലോയിഡ് ഗഞ്ചിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്കുള്ള യാത്രയാണ്. ഇവിടെ പാർക്കിംഗ് ഒരു വലിയ പ്രോബ്ലമാണ്. അതുകൊണ്ട് നമ്മൾ താമസിക്കുന്നിടത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല. താഴെയുള്ളൊരു പെയ്ഡ് പാർക്കിങ്ങിൽ 200 രൂപ കൊടുക്കണം ഒരു ദിവസത്തേക്ക്. അവിടെ കാറിട്ടിട്ട് നമ്മൾ നമ്മുടെ താമസ സ്ഥലം തേടി നടക്കുവാണ്. ദൈവമേ, ഇത് എവിടെയാണോ എന്തോ. ലാ വാക്ക എന്നാണ് നമ്മുടെ താമസ സ്ഥലത്തിൻ്റെ പേര്. ഓൺലൈനിൽ ബുക്ക് ചെയ്തതാണ്. സംഭവം എന്താവുമെന്നൊരു പിടിയില്ല.
ഹലോ രോഹിത്, എങ്ങനെയുണ്ട് ലാവാക്ക? അടിപൊളി സ്ഥലമാണ്. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള, ഭയങ്കര എന്താ പറയാ, വൈബാണ്. ഭയങ്കര വൈബാണ് ഇവിടെ സ്ഥലം. ഭയങ്കര എന്താ പറയാ, ഭയങ്കര ആർട്ടുമായി ബന്ധപ്പെട്ട കുറെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. താഴെ ഇവിടെയും ഗോതമ്പൊക്കെ വിളഞ്ഞു നിൽക്കുന്നുണ്ട്. ഇവിടെയും കുറെ ഗോതമ്പൊക്കെ വിളഞ്ഞു നിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ മരങ്ങളൊക്കെ നോക്ക്. അതെന്ത് ഫ്രൂട്ടാ ചുമന്നിരിക്കുന്നത്? നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്തോ ഒരു ഫ്രൂട്ടാണ്. അപ്പൊ ഇങ്ങോട്ട് വരൂ. വെരി ബ്യൂട്ടിഫുൾ. ഭയങ്കര ആർട്ടിസ്റ്റിക്കലി ബിൽഡ് ആണ് അത് അല്ലേ. കുറെ കളർഫുൾ ആയിട്ട് കുറെ വോൾ ആർട്ടൊക്കെ ഉണ്ട്. നമുക്ക് പറ്റിയ സ്ഥലം തന്നെ. ചിത്ര പണികളൊക്കെ നമുക്ക് ഇവിടെ കാണാം. നല്ല രീതിയിൽ പെയിന്റിംഗ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ അവർ പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ കിഡിലം വോൾ ആർട്ടുകളുണ്ട്. അങ്ങനെ ഞങ്ങൾ 10-ാം തീയതി കൊച്ചിയിൽ നിന്ന് ആരംഭിച്ച യാത്ര ഇന്നിപ്പോൾ ഈശ്വര കൃപയിൽ വലിയ തടസ്സങ്ങളൊന്നുമില്ലാതെ ഈ കൊറോണയുടെ ഇടയിലും ഇപ്പോൾ മെക്ലോയിഡ് ഗഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇത് ഹിമാചൽ പ്രദേശിലെ ധരംശാല എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഒരു 9 കിലോമീറ്ററൂടെ കുറച്ചുകൂടെ മുകളിലോട്ട് കയറി വരണം. വഴികളൊക്കെ കുറച്ച് ഇടുങ്ങിയ വഴികളൊക്കെയാണ്, വൺ വേ ആണ്. കുറച്ച് സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്ത് വരണം, പക്ഷെ കുഴപ്പമില്ല. അപ്പം ഞങ്ങളുടെ കളർഫുള്ളായിട്ടുള്ള ഹോസ്റ്റൽ മുറിയാണിത്. ഞങ്ങൾ കുടുംബത്തിലെ 5 പേരും ഇന്ന് ഈ മുറിയിൽ താമസിക്കണം. കോളേജിൽ പഠിച്ചപ്പോഴൊന്നും ഹോസ്റ്റലിൽ താമസിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല, പക്ഷെ വയസ്സുകാലത്ത് ഇങ്ങനെ ഒരു അവസരം വന്നേ അടിയിട്ടുണ്ട്. ഇതും ഒരു രസം. മെക്ലോയിഡ് ഗഞ്ചിലെ രാത്രി കാഴ്ചകൾ കാണാൻ വേണ്ടി താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയതാണ്. ഈ മാസ്ക് വെച്ച് നടക്കുന്ന കാരണം കണ്ണടയൊക്കെ ഒരുതരം ഐസ് പിടിച്ചിട്ട് നേരാവണ്ണം കാണാനും വയ്യ. എന്നാലും ഒരു ഉദ്ദേശം വെച്ച് അങ്ങോട്ട് നടക്കുക തന്നെ. നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള കാലാവസ്ഥയാണ്. എന്നാലും ഒരു ജാക്കറ്റും ഒരു ഷൂസും ഒക്കെ ഇല്ലാണ്ട് പാടാൻ. ഇപ്പൊ സമയം കുറച്ച് വൈകിയത് കൊണ്ട് കുറെ കടകളൊക്കെ അടച്ചുപോയി. ഇവിടെ ഒരു ടിക്ക ജംഗ്ഷൻ ഉണ്ട്. നമുക്ക് തിരിച്ചു വരുമ്പോൾ വേണേ ഒന്ന് ട്രൈ ചെയ്യാം, അല്ലടാ പോയി? എന്താ തൻ്റെ ഒരു അഭിപ്രായം? ആ ടിക്ക നമ്മളിങ്ങനെ മാടി മാടി വിളിക്കുന്നുണ്ട്. വളരെയധികം നോക്കാം, തിരിച്ചു വരുമ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഇതാണ് ഇവിടുത്തെ ഒരു ജംഗ്ഷൻ, മെക്ലോയിഡ് ഗഞ്ചിലെ ഒരു ജംഗ്ഷൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ 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 ഗലികളുണ്ട്, അല്ലെങ്കിൽ ചെറിയ റോഡുകളുണ്ട്. കള്ളുകടയ്ക്കൊന്നും ഒരു കുറവുമില്ല. ഇതൊരു ക്യൂറിയോ ഷോപ്പാണ്.
പച്ചക്കറികളൊക്കെ നല്ല ഫ്രഷാണ്. നമ്മളിവിടെ ഒരു ടിബറ്റൻ കിച്ചൺ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ കഴിക്കാൻ വേണ്ടി വന്നതാണ്, മെക്കലോയിഡ് ഗഞ്ചിൽ സപ്പർ കഴിക്കാൻ വേണ്ടിയിട്ട്. വടിയൊക്കെ കയറി വേണം പോവാൻ. എന്തായാലും സംഭവം ഇവിടുത്തെ സെറ്റിങ്സ് ഒക്കെ കൊള്ളാം. നമുക്ക് നോക്കാം എങ്ങനെയാണ് സംഗതി. വേറെ പ്ലേറ്റ് ഇല്ലേ? ഈ പ്ലേറ്റേ ഉള്ളോ? ഞാനേ വേറെ പ്ലേറ്റ് ഒന്നും നമ്മൾ മെക്ലോയിഡ് ഗഞ്ചിൽ നിന്ന് ചർച്ച് ഓഫ് വൈൽഡർനെസ് കാണാൻ പോവുകയാണ്. ഇത് മെക്ലോയിഡ് ഗഞ്ചിന്റെ അവിടെ നിന്ന് കുറച്ച് മാറിയാണ് ഈ സ്ഥലം. ഈ പോകുന്ന വഴിക്ക് ഒരു ഡിഫൻസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും അതും ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഒരു ഹൈ സെക്യൂരിറ്റി ഏരിയ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. ഇനി ഒരു 800 മീറ്ററും കൂടെ എത്തിയാൽ ചർച്ച് ഓഫ് വൈൽഡർനെസ് സെയിൻറ്റ് ജോസഫ് ചർച്ചിലെത്തും. വളരെ പുരാതനമായിട്ടുള്ളൊരു പള്ളിയാണ്. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവരുണ്ടാക്കിയൊരു പള്ളിയാണ്. ഇവിടെ 2 പശുച്ചേട്ടന്മാർ നമ്മുടെ വഴിക്ക്, ചേച്ചിമാര്, ചേട്ടൻ അല്ലെങ്കിൽ ചേച്ചി, അവരൊരു തടസ്സമായിട്ട് നിൽക്കുകയാണ്. എന്താണെന്ന് അറിഞ്ഞൂടാ, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു നമ്മൾ വന്നത്. ചേച്ചി കുറച്ച് സ്ഥലം തരുമോ ചേച്ചി? ഓ, അവര് 3 പേരുണ്ട്. അവരൊരു ട്രയാങ്കിൾ ഫോർമേഷനിൽ നിൽക്കുകയാണ്. സംഭവം അതാണ്. പാലറ്റിട്ട് തട്ടുമോന്ന് അറിഞ്ഞൂടാ. ജസ്റ്റ് എസ്കേപ്ഡ്. ഈ ചർച്ച് ഓഫ് വൈൽഡർനെസിന്റെ ഫോട്ടോസ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ലൂസിഫറിലൊരു പള്ളിയില്ലേ, ആ പള്ളിയാണ്. പക്ഷെ അതിപ്പോ ആ ലൂസിഫറിന്റെ ടീമൊക്കെ ചേർന്ന് എന്തോ റെസ്റ്റോർ ചെയ്തെന്നോ റെനോവേറ്റ് ചെയ്തെന്നോ ഒക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാനെവിടെ വായിച്ചു, ശരിയാണോന്നറിയില്ല. ഓ, ഇതൊരു അടിപൊളി ഡ്രൈവ് ആണല്ലോ. മലയുടെ അടിയിലേക്ക് പോകുന്ന പോലെ ഉണ്ട് അല്ലേ? പള്ളി സെമിത്തേരി ഒക്കെ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ട്. പള്ളി ആവാറായി. ഇല്ല, അവിടെ നിന്ന് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും മോനെ. 170 meters മോർ പോണം. ഇവിടെ എവിടെയോ ആണ്. നമ്മൾ എത്തി കേട്ടോ. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ മെനോ സാറേ, ഇവിടെ വണ്ടി നിർത്താൻ പറ്റില്ല, വീതിയില്ല. നമ്മൾ സെയിൻറ്റ് ജോസഫ് ചർച്ച് ഓഫ് വൈൽഡർനെസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതൊരു ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലത്താണ് ഈ പള്ളി നിൽക്കുന്നത്. 100 വർഷത്തിൽ മേൽ പഴക്കമുണ്ട്. ഇത് അമൃത്സർ ഡയോസിസിൻ്റെ താഴെയാണ് ഈ പള്ളി ഇപ്പോഴുള്ളത്. ഇതിൻ്റെ റൂഫൊക്കെ മാറ്റി പുതിയ റൂഫ് തറയ്ക്കുന്ന ജോലികൾ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്തേക്ക് പോകാൻ സാധിക്കില്ല. എങ്കിലും ദൂരക്കാഴ്ചകൾ കാണാം.
റെനോവേഷൻ നടക്കുന്നതുകൊണ്ട് മുകളിൽ പണി നടക്കുകയാണ്. ഇത് നിൽക്കുന്ന ഒരു ആംബിയൻസും ഒരു ചുറ്റുപാടും ഒക്കെ ഭയങ്കര രസമാണത്. ഒരു സിനിക് ബ്യൂട്ടി എന്ന് തന്നെ പറയാം. കുമരങ്കിരി പള്ളി പൊളിച്ചു പണിയാണോ അത് പുതുക്കിയ പണിയാണോ ഫാദർ ഒറ്റപ്പിളാക്കാൻ നോക്കണമെന്നില്ല. പള്ളിയുടെ അടുത്തൂടെ നടക്കാൻ നിവർത്തിയില്ല, മുകളിൽ പണി നടക്കുന്നുണ്ട്. സാധനങ്ങളൊക്കെ താഴെ വീഴാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കുറച്ച് അകന്ന് നടക്കണമെന്നാണ് അവർ പറഞ്ഞത്. തീയൊക്കെ മുകളിൽ നിന്ന് വീഴുന്നുണ്ട്. പക്ഷേ ഇതൊരു ഒന്നൊന്നര പള്ളിയാണ്. കാണാതെ പോയാൽ ധർമ്മശാലയിലോ മെക്ലോയിഡ് ഗഞ്ചിലോ വരുന്നവർക്ക് അതൊരു വലിയ തീരാ നഷ്ടമാവും. അടുത്ത കാലത്ത് എന്തോ ചില റിപ്പയറുകളൊക്കെ നടന്നതായി കാണുന്നുണ്ട് ഈ പാറയുടെ വർക്കിലൊക്കെ. ഉൾക്കാഴ്ചകൾ കാണാൻ നോക്കൂ. ഇപ്പോൾ 130-140 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള സെയിൻറ്റ് ജോസഫ് ചേർച്ചിൻ്റെ പുറവശത്തുള്ള ഒരു സംഭവമാണിത്. ഒരു ഇൻസ്റ്റലേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ജെയിംസ് ബ്രൂസിൻ്റെ ഓർമ്മയ്ക്കായിട്ട്, അദ്ദേഹം ഇംഗ്ലണ്ടിലെ ഏളായിരുന്നു, ഏൾ ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് കിങ് കാഡൈൻ, വൈസ്രോയി and Governor General of India, who having previously served his country as Governor of Jamaica, Governor General of Canada, High Commissioner and Ambassador to China and other high offices, died at Dharmashala. ഇവിടെ വെച്ച് അദ്ദേഹം മരിച്ചു. In discharge of his duties on 20th November 1863, aged 52 വയസ്സ് 4 മാസം. He being dead at speak, this monument is erected by his widow Marley Lausia, Countess of Elgin and King Cardine. അപ്പോൾ അദ്ദേഹം ഇവിടെ വെച്ച് മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇവിടെ ഇറക്റ്റ് ചെയ്ത മോണുമെൻ്റാണിത്. നേരം സന്ധ്യയായി വരുന്നു. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. കുറച്ച് പണിയാണല്ലോ മുകളിലേക്ക് നടന്നു കയറാനല്ലേ. നടന്നോ.
അപ്പൊ രശ്മി മാസ്ക് മാറ്റി കളന്നോ രശ്മി? നടക്കാം നമുക്ക്. ഇങ്ങോട്ട് പോയി ഇതുവഴി പോയാലോ? ആ എല്ലാം ഒപ്പം തന്നെ. ഇത്